ഹായ് നമസ്തേ. നമസ്തേ. പിന്നെ ഇന്ന് നമുക്കൊരു ചെറിയ വിളവെടുപ്പ് നോക്കിയാലോ? അതിൻ്റെ പരിപാടിയിലേക്ക് ഞായറാഴ്ച കേട്ടോ. വൈകുന്നേരമായി. അപ്പം ഞങ്ങൾ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയതൊന്നുമല്ല, ചെറുമട്ടത്തിലുള്ള. ഞങ്ങളിവിടേക്ക് മാറിയിട്ട് ഇപ്പോൾ ഓള് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഒരു മാങ്ങാഞ്ചീൻ്റെ ഒരു കാര്യം. ചെറിയൊരു മാങ്ങാഞ്ചി. അപ്പം അത് ഇന്നിപ്പോൾ ഒന്ന് ചെറുങ്ങനെ എടുത്താലോ എന്നുള്ള ഇത് ആലോചിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരമായി, എന്നാലും ഇത് ഒന്ന് ചെറുങ്ങനെ എടുത്താൽ ഇപ്പോഴാണ് പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം നോർമലായത്. ഇപ്പോഴാണ് ഇനിയിപ്പോൾ അതൊന്ന് ചെറുങ്ങനെ അതൊന്ന് ഇനിയും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീഞ്ഞു പോകും. നമുക്കൊന്ന് വെറുതെ ഒന്ന് അത് നോക്കാം. ഇത് തെർമാക്കോളിൽ ചെയ്തതായിരുന്നേ. അപ്പം ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെടീനൊക്കെ പറ്റിയിട്ട്. ഞങ്ങൾ കുറേ കൃഷി എന്നൊക്കെ പറഞ്ഞ്, വാടക വീടാണ് എന്നാലും ആദ്യത്തെ വീട്ടിൽ നിന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 3 ഗ്രോ ബാഗിലായിട്ട് ഇങ്ങനെ മാങ്ങാഞ്ചി കുഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ പിന്നെ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ ആ മാങ്ങാഞ്ചിയിൽ നിന്ന് എടുത്തിട്ട് വേറെ ഇതിലേക്കാക്കി കുഴിച്ചിട്ടതാ. ഇനി ഇതൊക്കെ കണ്ടില്ലേ, ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് പറിച്ചു നോക്കാം. ഇതിങ്ങനെ വെള്ളം അടിക്കണ എന്താ വെച്ചാൽ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ, മണ്ണായിട്ട് വെയിലായിട്ട്. അല്ല, ഇത് തെർമാക്കോളല്ല, അങ്ങോട്ട് പൊട്ടിച്ചിട്ടാലോ? ദ്രവിച്ചു വേണ്ട വയ്ക്കുന്നു. വേണ്ട, അതിലേക്ക് ആ മുളകിന്റെ തൈ ഇല്ലേ ഞാൻ അവിടെ വെച്ച്. ചിലപ്പോൾ നമ്മളിത് പറിക്കുമ്പോഴേ തെർമാക്കോളിലേക്ക് ഞാൻ വേര് വെള്ളം പോകൂടെ. അടിച്ച് ഇതാക്കി ഫ്രീ ആക്കണം. മതി മതി മതി, ഫുള്ള് ചളിയാവും. അപ്പൊ ഇത് ഇവിടെ ഇല്ലായിരുന്നു വെച്ചത് അപ്പുറത്ത് അവിടെ നിന്ന് മാറ്റി വെച്ചാണ്. അപ്പൊ ഇതൊക്കെ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്, ഇത് ഉണങ്ങിക്കണത് കേട്ടോ. അതെടുത്ത് മാറ്റി കളയുന്നുണ്ട്. എന്താണെന്നുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. എന്തായാലും വെള്ളം കുറച്ച് അടിച്ച് വെച്ചതാണ്. ഇത് മണ്ണിന്ന് ഇങ്ങനത്തെ ഇഞ്ചിയല്ലേ. എന്തോ അടിയിലോട്ട് ഉണ്ട് കേട്ടോ. തെർമാക്കോൾ പൊട്ടിക്കേണ്ടി വരും കേട്ടോ. അതിൻ്റെ വേരൊക്കെ തെർമാക്കോളിലേക്ക് കൊണ്ടുക്കണം തോന്നുന്നു. അതിന് നമുക്ക് വേറെ തെർമാക്കോളോ ഗ്രോ ബാഗോ എന്തെങ്കിലും നോക്കാം. ഇന്ന് തെർമോക്കോൾ നമുക്ക് വേണമെങ്കിൽ പൊട്ടിക്കാം. ഇവിടെ വെച്ചാൽ ഇവിടെ അലമ്പാവൂലേ? അവിടെയൊക്കെ ആണെങ്കിൽ ആ മണ്ണ് വേറെയിലേക്കും ആക്കിയായിരുന്നു. ഇത് ഇഞ്ചി ആയത് കൊണ്ടേ ഇത് പൊട്ടിക്കല്ലാണ്ട് നിവർത്തിയില്ല. ഞാൻ എന്തായാലും പൊളിച്ചിക്കണം. വല്ലാണ്ട് വെള്ളമാക്കണ്ട, കുതിർന്നിക്കുന്നല്ലോ. ഈ സൈഡ് ഒന്ന് പൊട്ടിച്ചിട്ടേ ആ മണ്ണൊരു കവറിലേക്ക് ആക്കിയാനില്ലേ. നോക്കട്ടെ ഉണ്ടേനിക്കും. നോക്കാം എന്താ സ്ഥിതി. പൈപ്പ് ഇറക്കും മോളെ. നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല ലേട്ടാ. ഇത് കുഴപ്പമില്ല. ഇതെന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത് ഗ്രോ ബാഗിലാണ് വെച്ചത്. ആ ഗ്രോ ബാഗിൽ വെച്ചതിനെ കൊണ്ട് മറ്റേ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഇതിലാണ് വെച്ചത്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന അതിന് ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഇത് കിട്ടിയിരുന്നു. അത് ഞാൻ കഴുകിക്കണം, എൻ്റെ കയ്യിലുണ്ട്. അതിലാണ് വെച്ചത്. അപ്പോൾ എടുക്കാൻ പറ്റായിട്ട് അത് ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊട്ടിച്ചുക. ശരിക്കും ഒരു മാങ്ങേൻ്റെ ഒരു സ്മെല്ലാണിത്. നമുക്ക് ചമ്മന്തി അരയ്ക്കാനോ ഒക്കെ ആയിട്ടുള്ളത്. പക്ഷെ അതോ അല്ലാണ്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി എന്താ പറയാ, കുറച്ച് കൂടുതൽ പരന്ന് ഇങ്ങനെ പോകും. ഇപ്പം നമുക്ക് ആ ഒരു സ്പേസല്ലേ ഉള്ളൂ, അതിലുണ്ടാവുന്ന അത്രയും കൂടുതലായിട്ട് ഇത് ഇങ്ങനെ ഉണ്ടായി കിട്ടിയത്. ഇത്ര തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല.
ഞാൻ പക്ഷെ അതിലേക്ക് കുറച്ച് നമ്മളെ ഇതിൻ്റെ തൈകൾ ഞാൻ ഉണ്ടാക്കിയ ഇങ്ങേട്ട കുറച്ച് മുളകും തൈകളൊക്കെ സെറ്റാക്കി വന്നതാണ്. അതിനൊക്കെ ഗ്രോ ബാഗ് വാങ്ങണം. അത് പക്ഷെ ഇവിടെ മണ്ണ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനത്തെ മണ്ണാണ് ഇത്. വലിയ ഒരു സുഖം പോരാ ഈ മണ്ണ്. ഇനിയിപ്പോൾ ഈ മണ്ണിൽ നല്ല വളക്കൂറുള്ള ആക്കണമെങ്കിൽ മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉണ്ടമുളകില്ലേ, അത് മാത്രം കുറച്ചുകൂടി സൂം ആക്കി എടുത്തത്. ഇത് കംപ്ലീറ്റ് മുളക്. ഇത് മറ്റേ ഇതിൽ ഗ്രോ ബാഗിലേക്ക് കുഴിച്ചിടാൻ വേണ്ടി നിർത്തുന്നതായിരുന്നു നമ്മളെ മറ്റേ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ. പക്ഷെ ഇത് എന്താ പറയുക, അത് പൊളിക്കേണ്ടി വന്ന് എന്താ വെച്ചാൽ ഇഞ്ചി നന്നായിട്ട് അതിലിങ്ങനെ കട്ട പിടിച്ച് അതിനെ കൊണ്ടേ. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടല്ലേ, ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഫുള്ള് വലിയ ഉണ്ട മുളകാണ്, നല്ല സൈസ് ആയിട്ട് വരുന്ന. കഴിഞ്ഞ പ്രാവശ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങഞ്ചി. പക്ഷേ വ്യത്യാസമുണ്ട്, അത് 3 ഗ്രോ ബാഗിലാണ്. ഇത് പിന്നെ നമ്മൾ തെർമാക്കോളിലല്ലേ, ജസ്റ്റ് ഒരു പരീക്ഷണം. പിന്നെയാണെങ്കിൽ ഗ്രോ ബാഗ് അന്ന് തീർന്നും പോയിനു. അങ്ങനെ ഇതാക്കിയതാ. എന്തേ ഇന്നിപ്പോൾ ഇത്ര തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കിട്ടിയത്. നമ്മളെ വിളവ് കയ്യിലുണ്ട് കുറച്ച് ഒരു വലിയ മാങ്ങഞ്ചി. ലച്ചു, ഇത് സച്ചു, ഇതാണ് നമ്മളെ ഫാമിലി കേട്ടോ. പിന്നെ എല്ലാവരെയും അവള് പരിചയപ്പെടുത്തുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.